പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ക്രൂരതയുടെ ദൃശ്യങ്ങളും വിവരങ്ങളും സ്ഥിരീകരണങ്ങളും ഒക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് അതിലേക്ക് തന്നെയാണ് ആദ്യം നമ്മൾ പോകുന്നതും. ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി തൃശൂർ പീച്ചി സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്ന ദിവസം കൂടിയാണ് ഇന്ന്. മർദ്ദനത്തെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. പീച്ചി SI രതീഷിനെ സർവീസിൽ നിന്നും പുറത്താക്കും വരെ നിയമ പോരാട്ടമെന്ന് പരാതിക്കാരനായ ഹോട്ടൽ ഉടമ KP ഔസേപ്പ് പറഞ്ഞു. ഹോട്ടലിൽ വെച്ച് ദിനേശ്, ജനീഷ് എന്നിവരെ മർദ്ദിച്ചു എന്ന ആദ്യ പരാതി ഒത്തുതീർപ്പാക്കാൻ 5 ലക്ഷം രൂപ കൊടുത്തുവെന്നും ഔസേപ്പ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആദ്യ പരാതിക്ക് ആധാരമായ മർദ്ദനത്തിന്റെ CCTV ദൃശ്യം ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പ് പുറത്തുവിട്ട ഈ CCTV ദൃശ്യങ്ങളാണ് കോളിളക്കമുണ്ടാക്കുന്നത്. 2 വർഷത്തോളം പോലീസ് പൂഴ്ത്തിവെച്ച CCTV ദൃശ്യം ഇപ്പോഴാണ് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളെയും അതിൻ്റെ ആഘാതശേഷിയെയും കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്നതിൻ്റെ തെളിവാണ് ഈ രേഖകൾ. ADGP S. ശ്രീജിത്തിന്റെ സർക്കുലറാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാനാകുമെന്നും ഇത് സേനയുടെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നുമാണ് ജില്ലാ പോലീസ് മേധാവികൾക്കുള്ള സർക്കുലറിൽ പറയുന്നത്. സ്റ്റേഷൻ മർദ്ദനത്തിന് പിന്നാലെ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് ഇങ്ങനെയാണ്. 2023 മെയ് 24-ന് ലാലീസ് ഹോട്ടലിൽ വെച്ച് പാലക്കാട് വണ്ടാഴി സ്വദേശികളായ ദിനേശ്, സഹോദരപുത്രനായ ജനീഷ് എന്നിവരും ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി. ഹോട്ടൽ ജീവനക്കാർ തല്ലുകയും വാ പിളർത്തി ബിരിയാണി വായിൽ കുത്തിത്തിരികയെന്നും ആണ് ദിനേശും ജിനീഷും പറയുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇവർ പുറത്തുവിട്ടു. ഇത് സംബന്ധിച്ച പരാതിയെക്കുറിച്ച് ചോദിക്കാനാണ് ഹോട്ടൽ ഉടമ ഔസേപ്പിനെയും മകനെയും ജീവനക്കാരനെയും പീച്ചി SI PM രതീഷ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഇതിനിടെയാണ് SI മുഖത്ത് തല്ലുന്നത്. ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും വരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് ഔസേപ്പ് പറയുന്നത്. SI നേരിട്ടാണ് മർദ്ദിച്ചത്. പക്ഷേ ഇവരെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് ഈ അവിടുത്തെ പോലീസുകാരായിരുന്ന ഒരു മഹേഷുണ്ട്, യൂസഫുണ്ട്, പിന്നെ 2-3 പോലീസുകാരുണ്ട്. ഞാനതിൽ പരാതിയിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രേഡ് SI ജയേഷ് അടക്കം 5ഓളം പേര് ഇതിൽ കുറ്റക്കാരാണ്. ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടണം. തീർച്ചയായിട്ടും ഈ കുറ്റം ചെയ്ത ഈ SI രതീഷിനെ, ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഈ കടവന്തറ പോലീസ് സ്റ്റേഷനിൽ ക്രമസമാധാന പാലം നടത്തുന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷിനെ അടിയന്തരമായിട്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇതിന് കൂട്ടുനിന്ന, ഞങ്ങളുടെ ജീവനക്കാരെ മർദ്ദിക്കാൻ കൂട്ടുനിന്ന ആ പോലീസ് സ്റ്റേഷനിലെ 5ഓളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടാകണം. അവരെയും സർവീസിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിനേശും ജിനീഷും നൽകിയ ആദ്യ പരാതി ഒത്തുതീർപ്പാക്കാൻ 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നും ഔസേപ്പ് ആരോപിച്ചു. പണം കൈമാറുന്ന ദൃശ്യവും ഔസേപ്പ് പുറത്തുവിട്ടു. എന്നാൽ ദിനേശും ജിനീഷും പറയുന്നത് മറിച്ചാണ്. 5 ലക്ഷം രൂപ തന്ന് പറഞ്ഞു വിട്ട ശേഷം അല്പം മാറി നിന്ന ഇവർ പണം തിരികെ വാങ്ങി. ആശുപത്രി ചെലവിനുള്ള പണം മാത്രമാണ് അപ്പോൾ തന്നതെന്നും ദിനേശ് പറഞ്ഞു. പീച്ചി SI രതീഷ് ന്യായം നോക്കിയാണ് ഇടപെട്ടത്. മണ്ണൂത്തി CI ഷുക്കൂർ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ദിനേശ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മണ്ണൂത്തിലെ CI എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അതിരൂക്ഷമായി തെറി പറഞ്ഞ് എൻ്റെ വീട്ടിലെ അലമാരൊക്കെ തല്ലിപ്പൊളിച്ച് അലമാരൊക്കെ തുറന്ന് 5 ലക്ഷം രൂപ എവിടെ ചോദിച്ചു. മണ്ണൂത്തിരി CI പറഞ്ഞു, നീ ഇത് ഏറ്റെടുത്തോ, നിന്നെ വെറുതെ വിട്ടാക്കാ പറഞ്ഞു. എന്നിട്ട് എന്നെ അടിച്ച് ചെവിക്കല്ല് കൊണ്ട് ചോര വന്നു. എന്നെ അടിച്ച് നിലത്തിട്ട് അയാളുടെ ഷൂട്ട കാലുകൊണ്ട് എന്നെ ചവിട്ടി ഞെരിച്ച് അവിസോപ്പും ആ ഡ്രൈവറും അവിടെ നിന്ന് തിരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വാവിട്ട് കരയായിരുന്നു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ തോതിൽ സംഘർഷമുണ്ടായി.
ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.